വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നല്ലൊരു മഴ പെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ വന്ന് കയറിയിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു മഴയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഭയങ്കര തണുത്ത് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മളങ്ങനെ ചാക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ മാത്രം അങ്ങനെ ഇരിക്കത്തുള്ളൂ കേട്ടോ. നമ്മളെന്തെങ്കിലും വേറെ എന്തെങ്കിലും വിരിച്ചു കൊടുത്താലൊന്നും മര്യാദയ്ക്ക് നോക്കില്ല. അവരെയൊക്കെ ചവിട്ടി കേടി വരുത്തി വെക്കും. കടിച്ച് കേടി വരുത്തി വെക്കും കേട്ടോ. അതുകൊണ്ട് നമ്മളങ്ങനെ ചാക്കാകുമ്പോൾ നമുക്ക് റേഷൻ കടയിലൊക്കെ 20 രൂപയ്ക്ക് കിട്ടുമല്ലോ. അപ്പോൾ മാറ്റി മാറ്റി ഇടുകയും ചെയ്യാമല്ലോ. അവർ പിന്നെ തണുത്ത് കിടക്കുവാണ്. ഓക്കെ, അത് വിരിച്ചു കൊടുത്ത് അവർക്ക് സമാധാനത്തിൽ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ നേരെ ജിമ്മിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് പിന്നിട്ടതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് കർക്കിടക വാവായത് കൊണ്ട് അനിയ ലീവാണ്. അപ്പോൾ അനിയെ എന്ത് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി. ഇത് വന്നിട്ട് ഞാൻ തലേന്ന് ദിവസം ഇട്ടിട്ടുണ്ടായത് തന്നെയാണ്. പൊതുവേ നമ്മൾ ജിമ്മിന് പോയിട്ട് വന്നതിന് വേഗം തന്നെ കുളിക്കണം. വേഗം തന്നെ കുളിക്കില്ല, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മൾ പോസ്റ്റ് വർക്കൗട്ട് ഫുഡൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷമാണ് നമ്മളൊന്ന് കുളിച്ചൊന്ന് ഫ്രഷപ്പ് ആകുക. ഓക്കെ, പക്ഷേ എനിക്ക് പുറത്തൊക്കെ ഇങ്ങനെ പണികളുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെയും എനിക്കൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. കുളിച്ച് വൃത്തിയതിന് ശേഷം ഈ പണികളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ തിരുമ്പാനുണ്ട്, മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നനയും, പിന്നെയും ഡ്രസ്സൊക്കെ നനയും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്രസ്സ് ഒന്നാമത് ഉണങ്ങി കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെയും മാറ്റി വല്ലാത്ത തലവേദനയായിരിക്കും. അതുകൊണ്ട് ഞാൻ തലേന്നിട്ട് തന്നെ ജിമ്മിന് പോകുന്നതിന് മുമ്പ് എണീക്കുമ്പോൾ ഞാൻ ഏതാണ്ട് ഡ്രസ്സ് ഇട്ടുണ്ടായത് അതെന്നെ ഞാൻ ഇട്ടിട്ട് ബാക്കിയുള്ള പണിയൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇനി ഫ്രണ്ടൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട്. മഴ പെയ്യണതുകൊണ്ട് അഴുക്കൊക്കെ ഇങ്ങനെ മുറ്റത്തെ അഴുക്കൊക്കെ ഇങ്ങനെ ചോട്ടി കയറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ച് തുടയ്ക്കാനൊരു പണിയാണ്. അല്ലെങ്കിൽ ഒന്നും നോർമൽ ക്ലൈമറ്റിലൊന്നും അങ്ങനെ പൊടികളൊക്കെ കയറുള്ളൂ. അങ്ങനെ ഈ ചളിയൊക്കെ ഒന്ന് എടുത്ത് തുടയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഞാൻ തുടയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ചുമലിലൊക്കെ അഴുക്കൊക്കെ തെറിച്ചിട്ടുണ്ടാകും. പിന്നെ അതൊക്കെ ഒന്ന് തുടയ്ക്കണം. അപ്പോൾ ഇത് ജിമ്മിന് പോയിട്ട് വന്നിട്ട് വേണം ഇതൊക്കെ എനിക്ക് ചെയ്യാം കേട്ടോ. ജിമ്മിന് പോകുന്നതിന് മുമ്പായിട്ട് രാവിലത്തെ ഫുഡായിട്ട് ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ച് കൊടുക്കും അമ്മ പിന്നെ ഉച്ചത്തെ ഫുഡൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോവുക. അപ്പം ഞാൻ രാവിലത്തെ ദോശ വെച്ച് കൊടുക്കും. പിന്നെ എനിക്ക് പ്രീ വർക്കൗട്ടിന് ഫുള്ള ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടാണ് പോകുക. അപ്പോൾ അത് റെഡിയാണ്. എനിക്ക് മുടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കണം, ഡ്രസ്സ് മാറ്റണം, പിന്നെ എനിക്ക് ജിമ്മിന് പോകണം കേട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തുടച്ച് കഴിയുന്ന വരയ്ക്ക് പിള്ളേർ ഈ സൈഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. മഴ പെയ്യുന്നത് കൊണ്ട് അവർക്ക് എവിടെയും പോകാനും പറ്റില്ല. അതുകൊണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ ഈ സൈഡ് തുടയ്ക്കുമ്പോൾ അവർ ഈ ഒരു സൈഡ് ഇങ്ങനെ മാറി നിൽക്കും. എന്നിട്ട് തുടച്ച് ആ ചാക്ക് എടുത്ത് അവിടെ ഇടുമ്പോഴായിരിക്കും അവർ അവിടെ പോയിട്ട് ഒതുങ്ങി ഇങ്ങനെ കിടക്കും കേട്ടോ. പക്ഷെ വികൃതി ഉണ്ട്. ആ കിടക്കാൻ വേണ്ടി വെച്ച് ചാക്കിനൊക്കെ കടിച്ചിട്ടൊക്കെ ഒരു വഴി ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാക്ക് വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പിന്നീട് മാറ്റിയിട്ട് യൂസ് ചെയ്യാമല്ലോ. നമ്മൾ റേഷൻ കടയിലൊക്കെ വലിയ റേറ്റ് ഒന്നുമില്ല, 20 രൂപ കൊടുത്തന്നെ കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ വെളി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം അതാണ് ഞാൻ വരുമ്പോൾ തന്നെ 8:30 വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോൾ 9 മണീൻ്റെ ഉള്ളിൽ തന്നെ ഫ്രണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ ശേഷം ഒന്ന് പഴം എടുത്ത് കഴിക്കുന്നുണ്ട്. വർക്കൗട്ട് ചെയ്ത് വന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കേണ്ടേ വിചാരിച്ചിട്ട് ഒന്ന് പഴം കഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ദോശയും മുട്ടയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല അനിയനുണ്ട്. അപ്പോൾ 2 വെച്ചിട്ട് 4 കുക്കറിലിട്ടിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഗ്യാസ് ലാഭം. നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെക്കുകയാണ്. അപ്പോൾ കുക്കറിൽ അത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഗ്യാപ്പിൽ കൂടെ ദോശ ഒഴിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ദോശയ്ക്കുള്ള മാവൊക്കെ എടുക്കുകയാണ്. നമ്മൾ ഈ മാവ് ഇത്ര ദിവസത്തേക്കൊക്കെ ആട്ടി വെക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ കയറ്റും. ഏകദേശം ഒരു 5 ദിവസമൊക്കെ നിൽക്കും കേട്ടോ. നമ്മൾ ഉപ്പിടാണ്ടൊക്കെ മാവ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ദിവസമൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട് പുളിക്കാണ്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. ദോശമാവ് മാത്രം കേട്ടോ. എനിക്ക് ഇഡ്ഡലിക്ക് വേണ്ടി ആട്ടിയ മാവൊക്കെ 2 ദിവസം അതിന് മേലെ ഒന്നും വെക്കാൻ പറ്റില്ല. നല്ല രീതിക്ക് പുളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ദോശയ്ക്ക് മാത്രം. അതുകൊണ്ടാണ് ഡെയിലി ദോശ വെക്കുന്നത്. ദോശയാകുമ്പോൾ നമുക്ക് മാവ് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ആട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് പിന്നീടുള്ള ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ ദോശ ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ നമ്മുടെ കുക്കർ വിസിലടിച്ച് കഴിഞ്ഞു. ഇനി ദോശ ഒഴിച്ച് കഴിഞ്ഞ് കഴിക്കണം. ഓക്കെ,
അമ്മ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ദോശയും ചട്നിയും കൂട്ടി കഴിക്കാം. വലിയ സീനില്ല. ഇനി അല്ലെങ്കിൽ ഞാൻ ചമ്മന്തി എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് രാവിലത്തെ ഫുഡ് കടയിൽ പോയിട്ട് കഴിക്കുക വിചാരിച്ചിട്ട് അമ്മ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചട്നി കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അതിലുള്ള ചൂടുള്ള വെള്ളം മാറ്റി അതിൽ കുറച്ച് പച്ചവെള്ളം ചേർത്തിട്ട് നമ്മൾ മുട്ടത്തോട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചിട്ട് ശേഷം എല്ലാ ഭാഗത്തും തല്ലി അടിക്കും. അപ്പോൾ അത് വേഗം ഊരി വരും കേട്ടോ. ഈസി ആയിട്ട് ഊരി വരും. അല്ലാണ്ട് നമ്മളിങ്ങനെ അടർത്തുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചുറ്റും പൊട്ടിച്ചെടുത്തതിന് ശേഷം ആ തോട് പൊട്ടിച്ചതിന് ശേഷം ഒറ്റ 2-3 പ്രാവശ്യത്തിൽ തന്നെ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാം പീൽ ചെയ്ത് വരും കേട്ടോ. അപ്പോൾ തോടെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ മുട്ടത്തോടൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശ റെഡിയായി, നമ്മുടെ മുട്ടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവിലിട്ട് പുഴുക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി നമുക്ക് കഴിക്കണം. പിന്നെ ഞാൻ വർക്കൗട്ടിന് പോകുമ്പോൾ, ജിമ്മിന് പോകുമ്പോൾ ഈ ഒരു ബാഗാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ എൻ്റെ ഷൂ ഉണ്ടാവും, പിന്നെ ഗ്ലൗസ് ഉണ്ടാവും, പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ വാട്ടർ ബോട്ടിൽ മാത്രം വെളിയിലോട്ട് വെക്കും, ബാക്കിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കും. വെള്ളം നമുക്ക് ഡെയിലി ചേഞ്ച് ചെയ്യണമല്ലോ. എന്തായാലും ഫുള്ളൊന്നും കുടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഞാൻ 1 മണിക്കൂറിൽ തന്നെ പോയി വരികയും ചെയ്യുന്നത് കൊണ്ട് അത്ര വെള്ളം ആവശ്യം വരുന്നില്ല. വേനൽക്കാലമാകുമ്പോൾ വെള്ളം പോരാ കേട്ടോ. നമ്മൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഇടയിലിടയിൽ വേമേ കുടിച്ചിട്ട് തന്നെ തീരും. അപ്പോഴൊക്കെ നമുക്ക് 1 ലിറ്ററൊക്കെ വേണം. ഈ ഒരു ബോട്ടിൽ ഒരു 750 ml ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. ഇടയിൽ കൂടെയൊക്കെ എൻ്റെ അനിയ അതെടുത്തിട്ട് വാ, ഇതെടുത്തിട്ട് വാ, കുരുമുളക് പൊടി എടുത്തിട്ട് വാ, ഉപ്പ് എടുത്തിട്ട് വാ, ഓരോന്നോരോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് തേരാപ്പാര അങ്ങോട്ട് പോയി വന്നതിന് ശേഷമാണ് കഴിക്കാനിരിക്കുന്നത്. നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 10 മണീൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അത് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് വേഗം മഴ മഴ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ നിൽക്കുന്ന ഗ്യാപ്പിൽ വേണമെങ്കിൽ തുണിയൊക്കെ ഒന്ന് കഴുകി തോരയിടാനുണ്ട്. അപ്പോൾ ദോശയും ചട്നിയും പിന്നെ ഇഡ്ഡലി പൊടിയുണ്ട് കേട്ടോ. ഇഡ്ഡലി പൊടിയും മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് കൂടുതലിഷ്ടം ദോശയും ചമ്മന്തിയാണ് കേട്ടോ. എനിക്ക് ചട്നി അങ്ങനെ വലിയ പ്രിയമില്ല. പിന്നെ അമ്മ ചട്നി ഉണ്ടാക്കി വെച്ചത് കൊണ്ട് പിന്നെ അത് കൂട്ടി കഴിച്ചു എന്ന് മാത്രം. ഓക്കെ, പിന്നെ തിരുമ്മാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് തുണിയൊക്കെ ഒന്ന് തിരുമ്പിയിടാനുണ്ട്. അത്യാവശ്യം കുറച്ചുണ്ട്. 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ തിരുമ്പാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയൊന്നും ഉണങ്ങി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പൊക്കെ തോരയിട്ടതൊക്കെ ഉണങ്ങി കിട്ടാൻ തന്നെ ഒരു 4 ദിവസമൊക്കെ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഒരു ഗ്യാപ്പിട്ടിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇടയിൽ കൂടെ ഞാൻ ഈ ചെക്കനെ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവനാണ് മൂത്ത പയ്യൻ. ഓക്കെ, ഇവൻ്റെ താഴെ ഒരു പെൺകുട്ടിയുണ്ട്. ഇവൾക്ക് 5 മക്കളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവന് മൂത്തത് 2 പേരുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ താഴെ ഒരു പെണ്ണുണ്ടല്ലോ, അതൊരു പെൺകുട്ടിയാണ്. അവളുടെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു. അവർ 3 പേരും, ഒരാൾ മിസ്സിങ് ആണ്, 2 പേരും സുഖമില്ലാണ്ട്. ഒരാൾ വണ്ടി ഇടിച്ചിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരാൾ സുഖമില്ലാണ്ട് പോയി കേട്ടോ. ഇവൾ മുമ്പ് പ്രസവിച്ചപ്പോഴും ആദ്യത്തേൽ 1 കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത്തേൽ 2 ചെക്കന്മാരായിരുന്നു. ആ 2 ചെക്കന്മാർ ഇപ്പോൾ കാണുന്നില്ല. അവർ ഇവിടെ കുറേ പേരാകുമ്പോൾ അവർ സ്ഥലം വിട്ട് അവർക്ക് പറ്റിയ സ്ഥലത്തേക്കൊക്കെ പോകുമല്ലോ. പിന്നെ മഴ കാരണം കൊണ്ട് അവനൊന്നും കാണുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം 3ാമത്തെ പ്രസവത്തിൽ ഈ 2 പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ നോക്കുമ്പോൾ മേ ബി അവർ നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ ഇവരൊരു പ്രായമാകുമ്പോൾ വെളിയിൽ പോകാനൊക്കെ തുടങ്ങും. പിന്നെ കുഞ്ഞായിരിക്കുമ്പോൾ വണ്ടി ഇടിക്കേണ്ട വിട്ടാൽ ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇട്ട് വളർത്തിയത്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞിട്ടും വണ്ടി തട്ടി. പിന്നെ പറയാൻ പറ്റില്ല, ഇവർക്കും ഓരോ യോഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഏരിയയിലും ഓരോരോ ഗ്യാങ് ഉണ്ടാവും. ആ ഗ്യാങ്ങിലൊക്കെ ഒരു പെണ്ണായി പ്രസവിക്കുമ്പോൾ അവർ ഒറ്റ ട്രിപ്പിൽ പ്രസവിക്കുമ്പോൾ 1-2 ചിലപ്പോൾ നിൽക്കത്തുള്ളൂ. 5 പ്രസവിച്ചാൽ 5 നിൽക്കണം എന്നൊന്നുമില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വേറെ ഈ ലൈനിൽ തന്നെ ആ ഒരു എൻഡിലും ആ ഒരു എൻഡിലൊക്കെ ഓരോ ഭാഗത്ത് ഉണ്ടാവും. ലെഫ്റ്റിലും റൈറ്റിലും ഒരു എൻഡിലൊക്കെ ഉണ്ട് വേറെ പെണ്ണ് നായകളൊക്കെ. അവരൊക്കെ പ്രസവിച്ചതിന് ചിലതിൻ്റെ അത് കാണുകയില്ല. ചിലപ്പോൾ എൻ്റെ 1 ഉണ്ടാവുള്ളൂ, ചിലതിൻ്റെ 2 ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് വിഷമം ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നോക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. വെറുതെ എന്തിനതൊക്കെ കാണണ്ടേ. പക്ഷെ പൊതുവെ ഇങ്ങനെയാണ്. പക്ഷെ നമുക്കത് കാണാനും ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് നമ്മൾ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. ഓക്കെ, പിന്നെ ഞാൻ നമ്മുടെ വ്ളോഗിലേക്ക് വരാം. ഓക്കെ, ഇനി ഞാൻ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ട് തോരയിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കഴിച്ച പാത്രങ്ങളും
എന്താ പറയുക മാവ് വെച്ച പാത്രങ്ങളും പിന്നെ കുറേ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ കൂടി ഒന്നിച്ച് നമുക്ക് കഴുകി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒറ്റ ഒരു ട്രിപ്പിൽ തന്നെ പണി കഴിയുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. ഇത്തിരി 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 ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പോയി കുളിച്ചു വന്നു. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുളിച്ച് വരുമ്പോഴേക്കും തന്നെ ഏകദേശം ഒരു 11 മണിയായെന്ന് തോന്നുന്നു. വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ലേറ്റ് ആവുന്നുണ്ട് ഈ കുളിയൊക്കെ കഴിയാൻ. വർക്കൗട്ട് ഇല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഏകദേശം ഞാൻ എൻ്റെ പണികളൊക്കെ ആവും. ഇതിപ്പോൾ നമുക്ക് 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ 1 മണിക്കൂർ അരമണിക്കൂർ എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ അതൊക്കെ കൂടി കാരണം കൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത്. അല്ലെങ്കിലൊക്കെ 10 മണി പറഞ്ഞ് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കർക്കിടകമായതുകൊണ്ടൊന്ന് കുളിച്ചു, തല കുളിച്ചു, എണ്ണ തേച്ച് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിലൊക്കെ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാണ്ട് ഒന്ന് ജസ്റ്റ് കുളിച്ചു കേട്ടോ. നല്ല രീതിക്ക് തണുപ്പുണ്ട് സ്കാൽപ്പ്. ഓക്കെ, പിന്നെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്തു. ലിപ് ബാം ഇട്ടു, പിന്നെ ടോണർ, മോയ്സ്ചറൈസർ, സൺക്രീം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടോ. എല്ലാവരും പറയുന്നുണ്ട് മഴക്കാലത്താണെങ്കിൽ സൺക്രീം അപ്ലൈ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറുണ്ട്. സോ ഞാനും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് അങ്ങനെ അപ്ലൈ ചെയ്യില്ല, പുറത്ത് പോകുമ്പോൾ മാത്രം നല്ല രീതിക്ക് അപ്ലൈ ചെയ്യും. വീട്ടിലാണെങ്കിൽ ലേറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം എനിക്കൊരു ചെറിയൊരു ടോപ്പും പാൻറ്റും ഒരു ആൾട്രേഷൻ ഉണ്ടായിരുന്നു റെഡിമെയ്ഡ്. അവരൊരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ടൊരു ടോപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് എനിക്കൊന്ന് ആൾട്രേഷൻ ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ടും കൂടി ഒന്ന് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ആൾട്രേഷൻ മാത്രമേ ഉള്ളൂ, വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല, എന്തെങ്കിലും വെട്ടിക്കുറയ്ക്കാനൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു കൈയിൻ്റെ ഭാഗം ലൂസൊക്കെ ഉണ്ട്, കൈയും ഷേപ്പും ചെസ്റ്റൊക്കെ ലൂസ് ഉണ്ട്, അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ പാൻറ് ഉണ്ട്, പാൻറ്റിൽ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വശത്തും ഞാൻ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെഡിമെയ്ഡിൽ ഒറ്റ സ്റ്റിച്ച് ഉണ്ടാവുള്ളൂ, ഒന്നും കൂടി ഞാനൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു പണി മാത്രമേ ഉള്ളൂ, എല്ലാ ഭാഗത്തും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് വന്നിട്ട് അമ്മൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മ തിരുവാതിര പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ കൊടുത്തോളും. അപ്പോൾ അവർ അപ്പോഴേക്ക് കാണുക, അപ്പോൾ അമ്മ കൊടുത്തോളും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കൂടി പാക്ക് ചെയ്ത് കവറിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. പിന്നെ ഈ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അനിയനും കൂടിയിട്ട് ഒരു തമിഴ് ഒരു ഹൊറർ ഒരു മൂവി ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒരു ഫൺ ഒരു സ്റ്റോറിയായിരുന്നു. അപ്പോൾ അതിരുന്ന് കണ്ടു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ ഇടയിൽ കൂടെ കഴിച്ച് കഴിഞ്ഞു. ഏകദേശം ഒരു 3 മണിയായപ്പോഴേക്കും നല്ലൊരു ടയേർഡ് തോന്നിയിട്ട് കറണ്ട് ഇല്ലായെന്ന് തോന്നുന്നു. എന്തോ കാരണം കൊണ്ട് ഞാൻ അങ്ങനെ റൂമിൽ പോയി കിടന്നു. എനിക്ക് നല്ല ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ 3:15 ആകുമ്പോൾ കിടന്നിട്ട് ഏകദേശം ഞാനൊരു 5:30ക്കാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി വേറെ പ്രത്യേകിച്ച് പണികളൊന്നും എനിക്കില്ലല്ലോ. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ട് ചായ വെക്കണം. ചായ പിന്നെ അമ്മയും ഏട്ടനൊക്കെ വരണമെങ്കിൽ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും അവർ ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ടയേർഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ രാവിലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല ടയേർഡായിരിക്കും. രാത്രിയാണ് രാത്രിയല്ല, ഈവനിങ് ആണ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈവനിങ് ഒരു 6, 7, 8 മണിക്ക് ആ ഒരു സമയത്ത് വർക്കൗട്ട് ചെയ്ത് വന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളും നമ്മൾ റെസ്റ്റിലാണ്. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ ആ ഒരു റെസ്റ്റ് അങ്ങനെ ആ ഒരു നൈറ്റ് തന്നെ തീർന്നോളും. ഉറങ്ങി എണീക്കുമ്പോൾ നമ്മളൊന്നും ഫ്രഷായിട്ട് എണീറ്റോളും. ഇത് രാവിലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമുക്ക് നല്ല രീതിക്ക് ഉറക്കം വരും. പിന്നെ ജിമ്മിൽ ഭയങ്കര തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ രാവിലെ പോകുന്നത്. വൈകുന്നേരത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. വർക്കൗട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ എടുത്തിട്ട് വർക്കൗട്ട് കഴിഞ്ഞ് വരുള്ളൂ. പിന്നെ രാവിലെ ഇതുകൊണ്ട് 1 മണിക്കൂർ എനിക്ക് ഏകദേശം മതി. ആരും അങ്ങനെ ഉണ്ടാവില്ല അധികം. ഞാൻ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 5-6 പേരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ പോകുന്നത്. പിന്നെ ഇനി ഞാൻ കുറച്ച് മെലിഞ്ഞത് കൊണ്ട് തടി വെക്കണം എന്നുള്ളൊരിത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇനി ഞാൻ വീട്ടിൽ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ആണല്ലോ. അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ചിങ് കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയല്ലേ, അപ്പോൾ നമുക്ക് ഗ്യാപ്പിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഓക്കെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അനിയ ചായയൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ പിന്നെ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊന്ന് 6 മണിയാകുമ്പോഴേക്കൊന്ന് അടിച്ചൊക്കെ വാരി വിട്ടതിന് ശേഷം ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ചതിന് ശേഷം പാത്രമൊക്കെ ഉച്ചയ്ക്ക് കഴിച്ച 2 പാത്രം ഉണ്ടാവും, അത് കഴുകിയൊന്ന് വെക്കാം. അപ്പോൾ ഞാൻ ചായ ഒന്ന് കുടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം
പുറത്ത് ഇങ്ങനെ കുട്ടികളിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു 3 സാധനങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കിടക്കുമ്പോൾ ആര് വന്നാലും നമുക്ക് പേടിക്കണ്ട. അപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവർ 3 പേരുണ്ട്. ഭയങ്കര ആരെയും വന്നതിന് ഫുൾ നിലവിളിയാണ് കേട്ടോ. രാത്രിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ബഹളമായിരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഇവർ സേഫാണ്, ഇവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പെൺകുട്ടി, ഈ 2 പിള്ളേൻ്റെ അമ്മയുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് ആണ്. പെണ്ണാണ് പെട്ട് കാര്യമില്ല. എന്തെങ്കിലും പന്നികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി ഒരു ആ വഴി കൂടെ ഒക്കെ വരികയാണെങ്കിൽ അവൾ ഞങ്ങളുടെ കൂടെ വരും. നന്നായിട്ട് നമ്മളെ സേഫാക്കാനും ഒരു പ്രത്യേക സ്നേഹമാണ്. അത് എന്താണെന്നറിയില്ല. ആൺകുട്ടിയല്ല, അവൾ പെൺകുട്ടിയാണ്. പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണ്. ഭയങ്കര ഒരു ആൺകുട്ടീനെ പോലുള്ളൊരു ബിഹേവിയറാണ് അവളുടെ മൊത്തം. തൻ്റെ അടിയാണ് അവൾ ഇവിടുത്തെ ഒരു ബോഡി ഗാർഡ്. ഞങ്ങളുടെ ഫസ്റ്റ് സ്ട്രീറ്റിൻ്റെ ഒരു ബോഡി ഗാർഡാണ് അവൾ. പിന്നെ ഞാൻ രാവിലെ തുണി തിരുമ്പുമ്പോൾ ഓൾറെഡി അയയിൽ ഒരു തുണി ഉണ്ടാവും, അതൊക്കെ എടുത്ത് ഉള്ളിലിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴായിരിക്കും ഉള്ളിൽ അയ ഉണ്ടാവും. അയയിലൊക്കെ തുണികളൊക്കെ അപ്പോഴും അതൊന്നും ഉണങ്ങിയിട്ടില്ല, കുറച്ചെണ്ണമൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഉണങ്ങാനുള്ളതൊക്കെ ഇനിയും അതിലിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഉണങ്ങിയ തുണികളൊക്കെ ഇതൊക്കെ എത്ര ദിവസം മുമ്പായിരുന്നു, ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും. അത്രയും ഉണങ്ങാണ്ടാണ് ഇരിക്കുന്നത്. വീട്ടിൻ്റെ ഉള്ളിലും ഒരു നനവാണല്ലോ, ഭയങ്കര ജില്ലെന്ന് കിടക്കുകയല്ല സ്ഥലം. അപ്പോൾ നമുക്ക് തുണികൾ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ കംഫർട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കംഫർട്ടിൽ മുക്കിക്കഴിഞ്ഞാൽ തുണികൾ ഒരുപാട് ദിവസം ഉണങ്ങാൻ സമയം എടുത്തു കഴിഞ്ഞാൽ സ്മെല്ല് വരും. അപ്പോൾ കംഫർട്ടിൽ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കംഫർട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഉണ്ട്. ഓരവിടെ ഞാൻ ഈ ജനലിലൊക്കെ ഇട്ടിട്ടായിരിക്കും ഉണക്കിയെടുക്കുക കേട്ടോ. മേലത്തെ വിൻഡോയിലും നമ്മുടെ ഡൈനിങ് ഏരിയയിലുള്ള വിൻഡോയിലും റൂമിലുള്ള വിൻഡോയിലൊക്കെ വിട്ടിട്ട് വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ചിലപ്പോൾ രാത്രി കിടക്കുമ്പം ചെയറിലൊക്കെ ഇട്ടിട്ടായിരിക്കും ഉണക്കിയെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം അമ്മ ഇവിടെ ബ്ലൗസ് കട്ട് ചെയ്യണ തിരക്കിലാണ് കേട്ടോ. വർക്ക് കഴിഞ്ഞ് വന്നിട്ടും പിന്നെ ഇങ്ങനെ ഇടയിൽ വർക്കൊക്കെ കിട്ടാറുണ്ട്. ഇത് വീട്ടിൽ നിന്ന് കിട്ടുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അത് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു പ്രോട്ടീൻ പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നൈറ്റ് ഒരു ഏകദേശം ഒരു 8-8:30 ആകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്താണെന്നറിയില്ല, അത് വലിയ വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഈ ഒരു സമയത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അനിയനാണ് അൺബോക്സ് ചെയ്യുന്നത്. എനിക്ക് എത്ര ഫുഡ് കഴിച്ചിട്ടും അങ്ങനെ വെയിറ്റ് കയറാത്ത പോലെ ഒരു ഫീലുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഫുഡൊക്കെ ഒരുപാട് പണ്ടത്തെ പോലെ ഡയറ്റ് എടുക്കാനൊക്കെ ഭയങ്കര മടി കേട്ടോ. അനിയന് പിന്നെ പ്രോട്ടീനൊക്കെ ഉണ്ടെങ്കിൽ അവന് നല്ല രീതിക്ക് ബൾക്കി ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി 1 കിലോ ഇതുപോലത്തെ ഒരു പാക്കറ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുമ്പൊന്നും പ്രോട്ടീൻ എടുത്തിട്ടില്ല. പ്രോട്ടീൻ എടുക്കാതെ ഫുഡ് മാത്രം കഴിച്ചിട്ട് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടായിരുന്നത്. 38-ന്ന് 53 ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് കഴിക്കാനേ ഒരു ഇഷ്ടമാവുന്നില്ല, അതെന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോട്ടീൻ പൗഡർ ഒന്ന് കഴിച്ച് കുറച്ചൊരു 53-ലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പഴയ പോലെ തന്നെ 53 ആക്കട. കല്യാണം ക്ഷീണിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഉറങ്ങാൻ പോകണം കേട്ടോ. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ വൈറ്റമിൻ സി ക്യാപ്സ്യൂൾ ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് നൈറ്റ് കഴിക്കുമ്പോൾ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റമിൻ സി നൈറ്റാണ് എടുക്കുന്നത്. രാവിലെ സമയത്ത് എനിക്ക് വേറൊരു മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് രാവിലെ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം തന്നെ ഉറങ്ങില്ല. ഈ വൈറ്റമിൻ സി ഒന്ന് കഴിച്ചതിന് ശേഷം ഒന്ന് ഫോണൊക്കെ നോക്കും. അത് മെൽറ്റായതിന് ശേഷം കുറച്ച് അത്യാവശ്യം നന്നായി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമായിരിക്കും ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.